ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നും ബീഫാണെന്ന്. ഇത് പക്ഷേ ബീഫല്ല കേട്ടോ. ഇത് തെരച്ചി മീനാണ്. ട്രിവാൻഡ്രത്ത് തെരച്ചി മീനെന്നാണ് പറയണത്. തെരച്ചി, തെരണ്ടി എന്നൊക്കെ പറയും ചില നാട്ടിൽ. അപ്പോൾ ആ മീനാണ് കേട്ടോ. ബീഫ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്ന് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. നമ്മുടെ നാട്ടിൽ തെരച്ചി മീൻ തേങ്ങ വറുത്തരച്ച് തീയൽ പോലെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ മീൻ വാങ്ങിച്ചത് അതിനനുസരിച്ചായിരിക്കണം, നമ്മുടെ മീനിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ തേങ്ങ എടുക്കാനുള്ളത്. ഇതിപ്പോൾ തേങ്ങ വറുക്കുമ്പോഴത്തേനും ഇത് കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വേണം. മൂപ്പിക്കുമ്പോഴത്തേനും തേങ്ങൻ്റെ ആ ഒരു ഇതങ്ങ് കുറയുമല്ലോ, കട്ടിയും കുറയും. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കിലോയോളം തെരച്ചി മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു തേങ്ങയിൽ ഒരു 3/4 തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേനും അത് കുറഞ്ഞു വരും. അപ്പോൾ അതിനെ നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കരിഞ്ഞു പോവാണ്ട് വറുക്കണം, കൈ എടുക്കാണ്ട് വറുക്കണം കേട്ടോ. വേണമെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് വറുക്കാം. ഞാനിതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇരുമ്പ് ചട്ടി ആകുമ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് എല്ലാ സാധനവും ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതിൽ എന്ത് സാധനം വെച്ചാലും അങ്ങനെ തേങ്ങയും ഞാൻ ഇതിലിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്ന് നോക്കിയിട്ട് വേണം അടുത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. മുളക് പൊടി ആദ്യം ഇട്ടത് കുറഞ്ഞു പോയി, പിന്നെ ഞാൻ ഒന്നുകൂടെ ഇട്ട് കൊടുത്തു കുറച്ചുകൂടെ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഞാനിങ്ങനെ അളവ് നോക്കിയാണ് ഇടുന്നത് കേട്ടോ. എനിക്ക് കൂടി പോയാലാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ, മൂപ്പിച്ചങ്ങിടാലോ എന്ന് വിചാരിക്കും. അപ്പോൾ തേങ്ങയും മുളക് പൊടിയും കൂടെ മൂത്തെടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി, പിന്നെ ഒരു 2 കഷ്ണം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. വീണ്ടും ഒന്ന് നല്ലോണം വറുക്കുക. കരിഞ്ഞു പോവാണ്ട് വറുക്കണേ. കരിഞ്ഞു പോവാണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് വേറെ ഒരു വീഡിയോ ഇല്ല. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുൾ വീഡിയോ ആയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഡെയിലി വ്ളോഗ് എടുക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് കാണിക്കും. ഇത് പക്ഷേ വളരെ കുഞ്ഞു വീഡിയോ ആണ്, ഒരു വെറും 6 മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണേ. അപ്പോൾ ഈ മൂത്ത് വരുന്ന ആ സംഭവത്തിലോട്ട് നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആറിയതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കാനുള്ളത്. അപ്പം ഇത് ആറുന്ന സമയം കൊണ്ട് ഏതാണ്ട് ചെറിയ ഉള്ളിയും മുരിങ്ങയ്ക്ക, പച്ചമുളക് ഇതെല്ലാം ഒന്ന് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്താൽ നന്നായിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ അത്ര ചെറിയ ഉള്ളിയേ ഉള്ളൂ, മുരിങ്ങയ്ക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പച്ചക്കറി പെട്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് അതിൽ മുരിങ്ങയ്ക്ക ഒന്നും ഇല്ലെന്ന്. പക്ഷേ കടയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ആ സംഭവം മൂത്ത് വെച്ച സംഭവങ്ങളെല്ലാം കൂടെ ആറിയതിന് ശേഷം നമ്മൾ അരച്ച് ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തതിൽ. പിന്നെ നമ്മുടെ മീൻചട്ടി വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ച കൂട്ടില്ലേ അതിനങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തു, അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, കുരുമുളക്, ഉലുവാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളി, ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തത്. മഞ്ഞൾപ്പൊടി പറഞ്ഞോ എന്തോ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് 6 ശേഷം അരച്ചെടുത്തു. കടുക് പൊട്ടിച്ച് അതിനങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. പൊന്നുമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരണതേ. അങ്ങനെ അതിനരച്ചെടുത്ത് കൂട്ട് എല്ലാം കൂടെ അതിലിട്ട് തിളപ്പിക്കുകയാണ്. ഇത് തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് തിളപ്പിക്കും കേട്ടോ. മീൻ ഞാൻ പിന്നെ വീണ്ടും നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മീനിൽ കുറേ കൂടെ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 3-4 വെള്ളം ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. ഞാൻ നല്ലോണം കഴുകിയാൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് കഴുകിയെടുത്തു.
നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമ്മളത് തുറന്ന് നോക്കിയാണ് കേട്ടോ. അതാ കണ്ടില്ല, നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ മീനിട്ട് കൊടുക്കാനുള്ളത്. മീനിൽ ഒരു നല്ലൊരു എല്ല് കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ എത്ര തന്നെ ഞാൻ പൊട്ടിക്കാൻ നോക്കിയിട്ട് അത് പൊട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലിടാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നെയ്യൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. വാങ്ങിച്ചപ്പോൾ നല്ല ഫ്രഷ് മീനാണ് വാങ്ങിയത്. പൊന്നിന് ഇതിനിടയ്ക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ചന്തയിൽ ഇറങ്ങി വാങ്ങിച്ച മീനാണ് കേട്ടോ. നല്ല മീനായിരുന്നു. ഇത് 200 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അത് ലാഭമാണോ നഷ്ടമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. 200 രൂപയാണ് അത്രയും മീനിന്. പക്ഷെ നല്ല പച്ച മീനായിരുന്നു കേട്ടോ. കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇത് കഴിച്ചു അതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മീനായിരുന്നു. തെരച്ചി മീൻ നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. വേറെ എന്തെങ്കിലും രീതിയിൽ വയ്ക്കുന്നതെന്നോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടിടത്തൊക്കെ ഈ രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ തിളച്ചു, പാകത്തിന് ഉപ്പൊക്കെ നോക്കി നമ്മൾ സെറ്റ് ചെയ്തു എടുത്തു കേട്ടോ. ഇത് ഇന്നല്ല ടേസ്റ്റ്, നാളെയാണ് ഇരിക്കുന്നതോറുമാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ മീനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.